സ്വന്തം സ്പീഷീസിലുള്ള ജീവികളെ ആഹാരമാക്കുന്നതിനെയാണ് കാനബലിസം എന്ന് പറയുന്നത്. പാമ്പ്, എലി, മുയൽ എന്നിങ്ങനെ തുടങ്ങി മനുഷ്യർ ഉൾപ്പെടെയുള്ള 1500-ലേറെ സ്പീഷീസുകൾ ഇങ്ങനെ സ്വന്തം സ്പീഷീസിലുള്ളവരെ ആഹാരമാക്കാറുണ്ട്. എന്നാൽ സ്വന്തം ശരീരം തന്നെ കഴിക്കുന്ന ജീവികളും ലോകത്തുണ്ട്. ചിലയിനം ചീവീടുകളും പാമ്പുകളും മനുഷ്യരും വരെ ഇങ്ങനെ സ്വന്തം ശരീരം കഴിക്കാറുണ്ട്. ഇതിനെയാണ് സെൽഫ് കാനബലിസം എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണമായി നമ്മൾ കണ്ടിട്ടുള്ളത് സ്വന്തം ശരീരം കഴിക്കുന്ന പാമ്പുകളെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് പാമ്പുകൾ ഇങ്ങനെ സ്വന്തം ശരീരം കഴിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് പാമ്പുകളെപ്പറ്റി അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് നോക്കാം. കാലുകളില്ലാത്ത ഉരഗങ്ങളാണ് പാമ്പുകൾ. നീളൻ ശരീരവും തന്നേക്കാൾ വലുപ്പമേറിയ ജീവികളെ മുഴുവനായി കഴിക്കാനാകുന്ന തരത്തിലുള്ള വായുമാണ് ഇവർക്കുള്ളത്. കഠിനമായ തണുപ്പുള്ള സ്ഥലങ്ങൾ ഒഴികെയുള്ള എല്ലായിടത്തും പാമ്പുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പോയിക്കിലോതേംസ് അല്ലെങ്കിൽ എക്ടോതേംസ് എന്നൊക്കെ പറയുന്ന കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ ചുറ്റുപാടിനനുസരിച്ച് ശരീരോഷ്മാവിന് വ്യതിയാനം വരുന്ന ജീവികളാണ് പാമ്പുകൾ. വിഷമുള്ളതും ഇല്ലാത്തതുമായി 3500 സ്പീഷീസിലേറെ പാമ്പുകൾ ഭൂമിയിലുണ്ട്. ഇവയെല്ലാം തന്നെ മാംസാഹാരികളുമാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. പാമ്പുകൾ എന്തുകൊണ്ട് സ്വന്തം ശരീരം ആഹാരമാക്കുന്നു? ജീവിതചക്രത്തെ സൂചിപ്പിക്കുന്ന പുരാതന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ചിഹ്നമായ ഔറോബോറസിന് സമാനമായ രീതിയിലാണ് പാമ്പുകൾ തങ്ങളുടെ ശരീരം കഴിക്കുന്നത്. ഇതിനു പിന്നിലുള്ള കൃത്യമായ കാരണം എന്താണെന്ന് ഇതുവരെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ വിശ്വസനീയമായ പല തിയറികളും ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട്. അവയിൽ ഒന്നാമത്തത് പാമ്പുകൾക്കുണ്ടാകുന്ന സമ്മർദ്ദവും അവയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന താപവ്യതിയാനവുമാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ പാമ്പുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഉരഗങ്ങളും കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. അതായത് ഇവയുടെ ചുറ്റുപാടും ചൂട് കൂടുതലാണെങ്കിൽ അവയുടെ ശരീരം അതിനനുസരിച്ച് ചൂടാകും. ചുറ്റുപാടും തണുപ്പാണെങ്കിൽ അവയുടെ ശരീരം അതിനനുസരിച്ച് തണുപ്പാകും. ഉരഗങ്ങൾക്ക് ചൂടും തണുപ്പും അധികം താങ്ങാൻ കഴിയില്ല. ചൂടേറിയ സമയങ്ങളിൽ പൊത്തുകളിൽ ഒളിഞ്ഞിരുന്നും കരിയിലകൾക്കുള്ളിൽ ഒളിച്ചും തണൽ പ്രദേശത്ത് വിശ്രമിച്ചും ഇവ രക്ഷ നേടാറുണ്ട്. സസ്തനികളെപ്പോലെ വിയർപ്പിലൂടെ ഊഷ്മാവ് കുറയ്ക്കാൻ കഴിയില്ല എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. എന്നാൽ പാമ്പുകൾക്ക് ഇങ്ങനെ ശരീരോഷ്മാവ് കുറയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവയുടെ എല്ലാ ശരീര പ്രക്രിയകളും താളം തെറ്റും. ഇതിനൊപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയും അവർക്കുണ്ടാകും. അപ്പോൾ ഇവയ്ക്കുമേൽ ചൂടിൻ്റെയും ശരീരത്തിൻ്റെയും സമ്മർദ്ദം വളരെയധികമാകും. ഈ സമ്മർദ്ദം കുറയ്ക്കാൻ ഇവർ ചിലപ്പോൾ സ്വന്തം വാലിൽ കടിക്കുകയോ വാൽ വിഴുങ്ങുകയോ ചെയ്യാം. ഈ അവസരത്തിൽ ഇവർ വളരെയധികം അക്രമാസക്തരായിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇഷ്ടപ്പെടാതെ ചെയ്താൽ നല്ല ദേഷ്യത്തോടെ പെരുമാറി അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് പാമ്പുകളും. മറ്റൊന്നും അടുത്തില്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ തന്നെ ഈ സമ്മർദ്ദം മുഴുവൻ അവർ തീർക്കും. രണ്ടാമത്തത് പാമ്പിൻ്റെ മെറ്റാബോളിസം വർദ്ധിക്കുന്നതും വിശപ്പ് കൂടുന്നതുമാണ്. ശരീരകോശങ്ങളിൽ രാസപ്രക്രിയകൾക്കൊടുവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനെ മുഴുവനായി പറയുന്ന പേരാണ് മെറ്റാബോളിസം. അധികം ഊർജ്ജം ചിലവാക്കിയാൽ ഹൈ മെറ്റാബോളിക് റേറ്റും കുറച്ച് ഊർജ്ജം ചിലവാക്കിയാൽ ലോ മെറ്റാബോളിക് റേറ്റുമാണ് ഉണ്ടാകുന്നത്. മനുഷ്യർക്ക് പൊതുവെ ഹൈ മെറ്റാബോളിസമാണുള്ളത്. എന്നാൽ ഭക്ഷണം കഴിച്ച് ആഴ്ചകളോളം ചലിക്കാതെ കിടക്കുന്ന പാമ്പുകൾക്ക് വളരെ കുറഞ്ഞ മെറ്റാബോളിക് റേറ്റാണ് ഉണ്ടാവുക. മുൻപ് പറഞ്ഞ പോലെ ചൂട് കൂടുമ്പോൾ ഇവയുടെ ശരീരത്തിലെ താളം തെറ്റുകയും ഹൈ മെറ്റാബോളിസം ഇവയ്ക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇത് കാരണം ഇവയ്ക്ക് വിശപ്പ് കൂടുന്നതായി തോന്നും. എന്നാൽ ശരിക്കും ഇവയ്ക്ക് മാസങ്ങൾ കഴിഞ്ഞ് മാത്രമേ അടുത്ത ആഹാരം കഴിക്കേണ്ടതായി മതിയാകൂ. എന്നാൽ ഈ മിഥ്യ കാരണം വിശപ്പ് താങ്ങാനാകാതെ ആദ്യം കാണുന്ന ജീവിയെ തന്നെ ഇവ ആഹാരമാക്കുവാൻ ശ്രമിക്കും. ശരീരത്തിന് താളം തെറ്റിയതുകൊണ്ട് തന്നെ സ്വന്തം ശരീരമാണെന്ന് പോലും തിരിച്ചറിയാനാകാതെ മറ്റു ജീവികളാണെന്ന് കരുതി തൻ്റെ തന്നെ വാൽ ഇവ കഴിക്കുന്നു. മൂന്നാമത്തെ കാരണം ഇവയ്ക്കുണ്ടാവുന്ന അബദ്ധങ്ങളാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും വളരെ അപൂർവമായി അബദ്ധവശാൽ ഇവ തങ്ങളുടെ വാൽ കഴിക്കാറുണ്ട്. ഇനി ഇങ്ങനെ സ്വന്തം ശരീരം കഴിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളെപ്പറ്റി പറയാം. ഒന്നാമത്തത് മരണം തന്നെയാണ്. തന്നേക്കാൾ വലിയ ജീവികളെ കഴിക്കുന്ന പാമ്പുകൾക്ക് സ്വന്തം ശരീരം മുഴുവനായി അകത്താക്കാൻ വലിയ പ്രയാസമൊന്നും വേണ്ടിവരില്ല. എന്നാൽ മനുഷ്യൻ്റെ ഇടപെടൽ കൃത്യസമയത്ത് ഉണ്ടായില്ലെങ്കിൽ സ്വന്തം വയർ തന്നെ ഇവയുടെ ശരീരത്തെ ദഹിപ്പിക്കുവാൻ തുടങ്ങും. പിന്നെ ശ്വാസം കിട്ടാതെയും മറ്റു ജീവികളാലോ ഇവയ്ക്ക് മരണമുണ്ടാകാം. രണ്ടാമത്തതും മരണം തന്നെയാണ്. വിഷമുള്ള പാമ്പുകളാണെങ്കിൽ വാലുകളിൽ വിഷം കുത്തിവെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിലും ഇവയെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള പാമ്പുകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഒന്നുകിൽ ഇവയുടെ ദേഹത്ത് വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് പതുക്കെ ഇവയുടെ ശരീരം വായിൽ നിന്നും വലിച്ചെടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഇനി ഇത്തരത്തിൽ വാൽ വിഴുങ്ങുന്ന പാമ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മിക്കവാറും എല്ലാ പാമ്പുകളിലും കണ്ടുവരുന്ന സ്വഭാവമാണിത്. എന്നിരുന്നാലും റാറ്റ് സ്നേക്കുകളിലും ചിലയിനം പെരുമ്പാമ്പുകളിലുമാണ് ഇത്തരത്തിൽ പലതവണകളായി സ്വന്തം ശരീരം വിഴുങ്ങുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ മനുഷ്യർ വളർത്തുന്ന അല്ലെങ്കിൽ മനുഷ്യർ പരിപാലിക്കുന്ന പാമ്പുകളിലാണ് ഇത്തരം സ്വഭാവം ധാരാളമായി കണ്ടുവരുന്നത്. താപനിയന്ത്രണം കൃത്യമായി ക്രമീകരിക്കാത്തതാണ് ഇതിനുള്ള പ്രധാന കാരണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.